കർത്താവെ, ഗർഭിണികളായ മക്കളുണ്ട്, അമ്മമാർ, അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ പറഞ്ഞ് ഒതുങ്ങുന്നതല്ല. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷന് പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയും കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അൾത്താരെ നടത്തിയിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരസ്യമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ എക്സ്പയർ ആവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അവയവങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ, ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവരെ, 9 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവരെ, അങ്ങനെ പല പല എഴുത്തുകൾ, പല പല പരീക്ഷകൾ, പല പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സ് മടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു എത്തും പിടിയില്ലാതെ തന്നോട് തന്നെ ദേഷ്യം, എല്ലാവരുടെയും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ, ദൈവത്തോട് മാനസികമായ അകൽച്ചയുള്ളവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.